അങ്ങനെയൊന്നുമില്ല, പേടിയുണ്ടല്ലെങ്കിലും പ്രാർത്ഥനയൊക്കെ ഇരുട്ടൊക്കെ, അത് അവോയ്ഡ് ചെയ്യും മാക്സിമം. വെറുതെ അതിൻ്റെ അകത്തേക്ക് പോയി നിൽക്കണ്ടല്ലോ. ഇരുട്ട് പേടിയുള്ള വ്യക്തിയാണ്. അതെ. പ്രേതം അങ്ങനത്തെ എനർജി അതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണോ? വിശ്വസിക്കുന്ന ആളാണ്. ശരിക്കും സിനിമ കണ്ടിറങ്ങുമ്പോൾ നായകൻ അർജുനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലാരും ത്രില്ലിംഗ് എലമെന്റ്സും ഉണ്ട്. അപ്പം എന്ത് ജോണർ എന്ന് ചോദിച്ചപ്പോൾ എന്ത് മറുപടിയാണ് ഞാൻ ചോദിച്ചില്ല അതൊന്നും. ഇല്ല, കഥ കേട്ട് ഇഷ്ടപ്പെട്ട് മമ്മൂക്കയുടെ ലുക്ക് കാണിച്ചപ്പോ തന്നെ ഓക്കെ. എപ്പോഴാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് നമ്മൾ നേരിട്ട് അവിടെ കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യം നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കളറിൽ കാണാൻ പറ്റി. ഈ തിരക്കഥയിലുള്ളതായിരുന്നു. ആ എല്ലാ ഷോട്ടിലും ഒരു മുറുക്കാൻ ചവയ്ക്കുന്ന ഒരു മാനറിസം ഉണ്ട്. അത് സ്ക്രിപ്റ്റിൽ തന്നെ ഉള്ളതായിരുന്നു. അത് നമ്മുടെ ഇംപ്രൈസേഷൻ. ഒരു റീഡിംഗ് സെഷൻ ഉണ്ടായിരുന്നു. വെൽക്കം. പ്രമേഹത്തിൻ്റെ ശില്പികളാണ് ഇതിൻ്റെ കൂടെയുള്ളത്. ടീം പ്രമേഹം. സ്വാഗതം 4 പേർക്ക്. റൈറ്റർ, ഡയറക്ടർ, നടന്മാർ. എനിക്ക് ആദ്യം സംവിധായകൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ചെറുപ്പത്തിലെ നമ്മൾ ഇപ്പോൾ അല്ല കുറച്ച് കാലം മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട് മുത്തശ്ശി നമുക്ക് ചെറുപ്പത്തിലെ കഥകൾ പറഞ്ഞു തരുമായിരുന്നു. ഇപ്പം നമുക്ക് എത്ര മുത്തശ്ശിമാർ കഥകൾ പറഞ്ഞു തരുന്ന അറിയില്ല. പക്ഷേ കുറച്ച് കാലം മുന്നേ ഒക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ മേ ബി അങ്ങനെ ഒരു കഥകൾ പറഞ്ഞു തരിക. കൂടുതലും പറഞ്ഞു തരുന്ന കഥകളിൽ യക്ഷി, മറുത അല്ലെങ്കിൽ അങ്ങനത്തെ കഥകൾ, മിത്തുകളായിരിക്കും കൂടുതലും മുത്തശ്ശിമാർ പറഞ്ഞു തരുന്ന കഥകൾ. അങ്ങനെ ഒരുപാട് കഥകൾ കേട്ട് വളർന്ന ഒരു വ്യക്തിയാണ്. കഥകൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ഇതുപോലെ മുത്തശ്ശൻ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അമ്മയുടെ അച്ഛൻ. പിന്നെ ഒരു നൊസ്റ്റാലജിയാണല്ലോ പഴയ അമ്മയും അച്ഛനും ഉള്ള. ഞാൻ പാലക്കാട് സൈഡാണ് എൻ്റെ വീട്. അപ്പോൾ നാട്ടിൻപുറം അങ്ങനെയൊക്കെ പോയി മനകളും അങ്ങനെയൊക്കെ നമ്മുടെ ഇമേജസ് പലതും നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കഥ ഫോം ചെയ്യാൻ തോന്നിയിട്ടാണ് ഇങ്ങനെ ബ്രഹ്മയുഗം എഴുതി. ഞാൻ ചോദിക്കാറ് ആദ്യ റെഡ് അത് സയൻസ് ഫിക്ഷൻ ഒരു ടൈപ്പ് മൂവിയായിരുന്നു. പിന്നീട് ഭൂതകാലം, ബ്രഹ്മയുഗം. മൂന്നിലും ഒരു ഹൊറർ അല്ലെങ്കിൽ നമ്മൾ നോർമലി ചിന്തിക്കാത്തൊരു പാറ്റേണിലാണ് 3 കഥകളും വരുന്നത്. അപ്പം നോർമലി ആലോചിക്കുന്ന കഥകളും കാണുന്ന സിനിമകളൊക്കെ ഈ ഒരു ഹൊറർ മൂഡൊക്കെ തന്നെയാണോ? എങ്ങനെയാണത്? അല്ല അങ്ങനെയൊന്നുമില്ല. എല്ലാ കൈൻഡ് ഓഫ് ഫിലിംസും എക്സ്പ്ലോർ ചെയ്യും, എല്ലാ ഫിലിംസും എൻജോയ് ചെയ്യും. പക്ഷേ കുറേ കഥകൾ എഴുതിയപ്പോൾ ഇതുമാതിരി ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ കഥകൾ പറയണം എന്ന് തോന്നി. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ഫ്ലഷ് ഔട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് പല ഫോമാറ്റ്സിൽ. തീർച്ചയായിട്ടും. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ 2-3 കാര്യങ്ങൾ എന്നെ എടുത്ത് പറയാനുള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഒരു മെഗാസ്റ്റാറിൻ്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് പറയാനുള്ള ഒരു ധൈര്യം അദ്ദേഹം ആരാണല്ലോ എന്നാലോ ഇങ്ങനെ ക്യാരക്ടർ പറഞ്ഞ് അദ്ദേഹം ചെയ്യുമോ? അദ്ദേഹം ഒരു ഇത്രയും വലിയൊരു നടനാണ്, അദ്ദേഹം ചെയ്യാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാം. അതിനുള്ളൊരു ധൈര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആർട്ട് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു വിഭാഗമാണെന്ന് തോന്നുന്നു. മൂന്നാമത്തെ കാര്യം പറയേണ്ട, ഞാനത് എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് സിനിമ കണ്ടത്. ഇറങ്ങിയ ദിവസങ്ങളിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ച ഒരു കമൻസാണ് 3 നടന്മാർക്ക് ഒരേ സിനിമയിൽ നിന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ള കമൻസ് പലയിടങ്ങളിൽ ഞാൻ കണ്ടു. ഈ ഒരു 3 കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ശരിക്കും നിങ്ങളിലേക്ക് വരാം. അതിന് എനിക്ക് സംവിധാനോട് 2-3 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരാം. അതായത് മമ്മൂക്കയിലേക്കുള്ള ഫസ്റ്റ് ഓപ്ഷൻ മമ്മൂക്ക തന്നെയായിരുന്നു. ശരിക്കും ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ നമ്മളിത് മമ്മൂക്കയുടെ അടുത്ത്, കാരണം ഞാനിത് പറയാൻ റീസൺ കണ്ടവർക്കറിയാം, മമ്മൂക്കയുടെ അടുത്ത് ഇങ്ങനെ ഒരു കഥ പറയാൻ മമ്മൂക്കത് ചെയ്യാൻ റെഡി ആകുമോ, മമ്മൂക്ക എന്ത് പറയും, അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും മമ്മൂക്കയെ വെച്ചിട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഒരുപാട് കാലമായിട്ട് ഉണ്ടായിരുന്നു. അത് എല്ലാ ഫിലിം മേക്കേഴ്സിനെ പോലെയും റൈറ്റേഴ്സിനെ പോലെയും എനിക്കും അതൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരു കോൺസെപ്റ്റ് റെഡിയാക്കുക, മമ്മൂക്ക ഓവർ 420+ ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കഥ പോയി പിച്ച് ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി വർത്തി ഓഫ് ഹിസ് ടൈം, ഹിസ് എഫേർട്ട് എല്ലാം നോക്കിയിട്ട് വേണം ഒരു കഥ പോയി പിച്ച് ചെയ്യുക. അല്ലാതെ ജസ്റ്റ് പോയി പിച്ച് ചെയ്താൽ ഡെഫിനറ്റ്ലി ഞാൻ സെൽഫ് അനലൈസ് ചെയ്യുമല്ലോ, ഞാൻ വർത്തി ചെയ്യണോ പോയിട്ടൊരു കഥ പറയാമെന്നുള്ളത്. അങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് ഭൂതകാലം എന്ന് പറഞ്ഞ ഫിലിമാണ്. അതിനുശേഷം എനിക്ക് തോന്നി ഓക്കെ, മേ ബി കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാം, ഈവൻ ഡീപ്പർ ഡെപ്തുള്ളൊരു ക്യാരക്ടർ അത് ഫോം ചെയ്ത് മമ്മൂക്ക അടുത്ത് പോയി അപ്രോച്ച് ചെയ്താൽ മമ്മൂക്ക ഒരുപാട് പുതിയ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്ത് ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് പിച്ച് ചെയ്ത കേട്ട എക്സൈറ്റഡ് ആവുമെന്ന് എനിക്ക് തോന്നി. അത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ വന്നു.
ഇപ്പോൾ സിദ്ധാർത്ഥ ഏട്ടനിലേക്ക് വരുന്നത് പെട്ടെന്ന് എത്തിയല്ലോ ഇല്ല ഇനിയുണ്ട്, ഇനി കണ്ടിന്യൂസ് ചോദിച്ചാൽ നിങ്ങളോട് മിണ്ടാണ്ടിരിക്കുള്ളൂ, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം. ഇപ്പം അർജുൻ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സിദ്ധാർത്ഥ ഏട്ടൻ കണ്ടിന്യൂസ്ലി സിനിമ ചെയ്യുന്ന ഒരാളല്ല. കൂടുതലും സംവിധാനം, അത് സിനിമയുടെ പിന്നാമ്പുറം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്യണം. അപ്പം താങ്കളിലെ ഒരു നടനെ ഇത്രയും യൂസ് ചെയ്ത ഒരു സിനിമ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. കഴിഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞൂടാ, കുറച്ച് നീട്ടണം. അല്ല, കാലത്തിനനുസരിച്ചാണല്ലോ. ഇപ്പോൾ ഇതേ ചോദ്യം 10 കൊല്ലത്തിന് മുമ്പേ നമ്മൾ ഇരുന്നിരുന്നെങ്കിൽ യു വുഡ് ഹാവ് സെഡ് സ്പിരിറ്റിലെ ആക്ടറിനെ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇത് തന്നെ പറഞ്ഞില്ല, യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. സോ ക്യാരക്ടേഴ്സിനനുസരിച്ചാണ്. ഇതൊരു നല്ല വെൽ റിട്ടേൺ ക്യാരക്ടറും കൂടെയാണ്. ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത്ത് എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് പകുതിയാണ് എൻ്റെ സൈഡിൽ നിന്നുള്ള കോൺട്രോ. അതിനൊരു ഫോമും രൂപവും ഭാവവുമാണ് ഞാൻ കൊടുത്തത്. അതിൻ്റെ കഥയും എന്താ പറയണമെന്നുള്ളത് ആ ക്യാരക്ടറിനെ ഡെപ്തുള്ള ക്യാരക്ടറായിട്ട് ഇവർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. സോ അതും കൂടെ ഉണ്ട് അതിന്. ഇപ്പോൾ ഈ തിരക്കഥയിലുള്ളതായിരുന്നു ആ എല്ലാ ഷോട്ടിലും ഒരു മുറുക്കാൻ ചവയ്ക്കുന്ന ഒരു മാനറിസം ഉണ്ട്. അത് സ്ക്രിപ്റ്റിൽ തന്നെ ഉള്ളതായിരുന്നു, അത് നമ്മളെ ഇംപ്രൈസേഷൻ? അത് ഒരു റീഡിങ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ക്യാരക്ടർ എന്നുള്ളതിൻ്റെ ഇതിൽ അപ്പോൾ ഒരു അഡീഷനായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സാധനമായിരുന്നു. നമുക്ക് ഇയാൾക്ക് മുറുക്കാൻ സാധനം കൊടുത്താലോ, ഇയാൾ ഒരു ലഹരിയുടെ ഒരു സാധനത്തിലാണ് ഇങ്ങനെ, മേ ബി അതുകൊണ്ടായിരിക്കാമെന്ന് എൻ്റെ ഒരു ഡൗട്ടായിരുന്നു ടു അണ്ടർസ്റ്റാൻഡ് മോർ ഓഫ് ദറ്റ് ക്യാരക്ടർ. ബട്ട് രാഹുൽ ലൈക്ഡ് ഇറ്റ്. ഹി സെഡ് വിൽ പിക്ക് ഇറ്റ് അപ്പ്, അത് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ആയി വന്നതാണ്. പാരനോർമൽ ആക്ടിവിറ്റി അർജുൻ എപ്പോഴെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? ഈ സിനിമയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതെ, എപ്പോഴെങ്കിലും ലൈഫിൽ? അങ്ങനെയൊന്നുമില്ല. പേടിയുണ്ടല്ലെങ്കിലും പ്രാർത്ഥനയൊക്കെ ഇരുട്ടൊക്കെ, അത് അവോയ്ഡ് ചെയ്യും മാക്സിമം. വെറുതെ അതിൻ്റെ അകത്തേക്ക് പോയി നിൽക്കണ്ടല്ലോ. ഇരുട്ട് പേടിയുള്ള വ്യക്തിയാണ്. അതെ. പ്രേതം അങ്ങനത്തെ എനർജി അതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണോ? വിശ്വസിക്കുന്ന ആളാണ്. ശരിക്കും നമ്മുടെ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഓരോ അരിമണിയിലും നമ്മുടെ പേരുണ്ടെന്ന് പറയുന്നത് ഇത് മറ്റൊരാളുടെ വേഷമായിരുന്നു. പക്ഷേ ഇത് അർജുന് വേണ്ടി വിധിക്കപ്പെട്ട ഒരു വേഷം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ചെയ്യാൻ പറ്റി. ശരിക്കും സിനിമ കണ്ടിറങ്ങുമ്പോൾ നായകൻ അർജുനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇല്ല, അങ്ങനെ ഒരു സ്പേസ് ഇല്ല. എല്ലാവരും ഹീറോ, എല്ലാവർക്കും ഏജ് ഓഫ് മാഡ്നസ് എന്നുവെച്ചാൽ വേറെ ഒന്നല്ല, എന്നിലൂടെയാണ് ആൾക്കാരെ അറിയണത് എന്താണ് അവസ്ഥ, ആരാണ്, എന്തൊക്കെയാണ്. അപ്പം അതുകൊണ്ട് അത്രയും പരിപാടി അങ്ങനെ ഫീൽ ചെയ്തത്. ഇപ്പം ഇതിലൊരു ക്യാരക്ടർ നോക്കി കഴിയുമ്പോൾ 1-2 ഭാവങ്ങളാണ് കൂടുതൽ വന്നത്. ഒന്ന് ഭയം, പിന്നെ ഒന്ന് വിധേയത്വം. ഇതാണ് ആദ്യം തൊട്ട് അവസാനം ഈ 2 ഭാവങ്ങളാണ് കൂടുതൽ. അവസാനത്തേക്ക് വരുമ്പോഴൊക്കെയാണ് പിന്നെയും കുറച്ചുകൂടി ഒരു ആധിപത്യം എന്ന് പറഞ്ഞൊരു വികാരത്തിലേക്ക് ആ കഥാപാത്രം എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇതൊക്കെ സ്ക്രിപ്റ്റിൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഈ ഒരു ഭാവങ്ങൾ മാത്രമാണ് ഉള്ളതെന്നുള്ളത്. ഇപ്പം ഈ സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ പോലെ തന്നെ ഇപ്പം ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രം, ശരിക്കും ക്ലീഷയാണ് ആ ഒരു ഡയലോഗ് ശരിക്കും പറഞ്ഞാൽ, ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് അങ്ങനെയാണ് അർജുൻ്റെ ക്യാരിയറിൽ. അപ്പം ഇതിന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വർക്ക്ഷോപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ, അതെയോ പറഞ്ഞു തരിക ചെയ്യുക അത്ര ഉണ്ടായിരുന്നുള്ളൂ? റീഡിങ് സെഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമുക്ക് റെഫറൻസ് ഇപ്പോൾ വേറെ ഇപ്പോൾ ഓസ്ലർ ചെയ്യുന്ന സമയത്ത് എനിക്ക് റെഫറൻസ് എടുക്കാൻ കുറേ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് എടുക്കാനും പറ്റില്ല. എവിടെ പോയി ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ, നമുക്ക് കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഇതിലേക്ക് എത്താൻ, ഈ ക്യാരക്ടർ എന്താണ്, എങ്ങനെയൊക്കെ ഇരിക്കുന്ന ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല രീതിക്ക് എല്ലാവരും ഹെൽപ്പ് ഔട്ട് ചെയ്ത്. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി ആ ഒരു ട്രാക്ക് ആയപ്പോഴേക്കും പിന്നെ അങ്ങ് പിടിച്ച് പോകാൻ നോക്കി മാക്സിമം. അങ്ങനെ ഇപ്പോൾ സാർ ഇതിലൊരു ഡയലോഗ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ബ്രാഹ്മണ അല്ലെങ്കിൽ നമ്പൂരി ഭാഷയുടെ ഒരു ഇതിലാണ് മമ്മൂക്കയും ഒക്കെ സംസാരിക്കുന്നത്. പാടുന്ന വ്യക്തി. അപ്പോൾ ഇത് എനിക്ക് കണ്ടപ്പോൾ തോന്നി, ചിലപ്പോൾ അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഈ അർജുൻ്റെ ഒരു ക്യാരക്ടറിൽ ഇടയ്ക്ക് എപ്പോഴോ ചില വാക്കുകളൊക്കെ ഒരു വള്ളുവനാണ് അല്ലെങ്കിൽ നമ്പൂരി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം വീടിനുള്ളിൽ കയറാൻ പറ്റാത്തൊരു പാണനാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പം പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ സംസാരത്തിൽ ഇടയ്ക്ക് അവിടെ ഒരു ബ്രാഹ്മണ അല്ലെങ്കിൽ വള്ളവനാടൻ രീതിയും കയറി വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. എന്താണ് അതെയോ എഴുതി അർജുൻ അത് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണോ? ആക്ച്വലി അങ്ങനെയല്ല, അത് വള്ളവനാടൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒരു സൗത്ത് മലബാർ 17th century എന്നുള്ളൊരു കാലത്ത്, ആ കാലത്തെ ഭാഷ അതേപോലെ കൃത്യമായിട്ട് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിഷമമായിപ്പോൾ. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു ഭാഷ നമ്മളായിട്ട്
ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള അംശങ്ങളുണ്ട്. അർജുൻ്റെ ക്യാരക്ടർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് പറഞ്ഞിട്ട് ഒരു കോവിലകത്ത് അവിടുത്തെ തമ്പുരാന് പാട്ട് പാടി നിന്നിരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ നിന്നിരുന്ന ഒരാൾക്കുണ്ടാകാവുന്ന ഒരു ഭാഷയുണ്ട്. ആ ഒരു ഷെയ്ഡ് വേണം, ഷെയ്ഡ് വേണം, എന്നാലേ ആ ഭാഷ വരുള്ളൂ. ഈ പാണൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കണക്കാക്കുന്ന പോലത്തെ ഒരു പാണനല്ല ആ കാലത്ത്. പാണന് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ ഒരു ഡയലോഗ് മമ്മൂക്ക തന്നെ പറയുന്നൊരു ഡയലോഗുണ്ട്, പാണൻ ബാണൻ ബാണഭട്ടൻ, വലിയൊരു പാരമ്പര്യമാണല്ലോ. അതങ്ങനെ വെറുതെ പറഞ്ഞൊരു ഡയലോഗല്ല, അതിൻ്റെ ഒരു ലിറ്റററി ആയിട്ടുള്ളൊരു ബാണഭട്ടൻ നമുക്കറിയാം, വലിയ സംസ്കൃത നാടകകൃത്തായിട്ടുള്ള. അപ്പോൾ ഇതിനെ കോയിൻ ചെയ്ത് പറയുന്നത് നിങ്ങൾ രണ്ട് തരത്തിലായി. ബാണഭട്ടൻ ഒരു രാജസദസ്സിൽ വിധേയനായിട്ട് നിന്ന് രാജാവിനെ പുകഴ്ത്തിക്കൊണ്ട് എഴുതുന്ന, അപ്പം അതേപോലെ നീ എനിക്ക് വിധേയനായിട്ട് നിന്ന് എന്നെ പുകഴ്ത്തിക്കൊണ്ട് ഇവിടെ ഇരിക്കുക എന്നുള്ളൊരു അംശമുണ്ട്. പക്ഷേ ഈ ഒരു പാരമ്പര്യത്തിൻ്റെ അംശത്തിൽ നിന്നാണ്. അപ്പോൾ വളരെ ഒരു റോ ആയിട്ടുള്ള വേറൊരു ലാംഗ്വേജ് ആ ക്യാരക്ടറിന് പറ്റില്ല. ഓക്കെ. ഇയാൾ ജീവിക്കുന്നതും അയാൾ ഇടപെടുന്നതും ഒക്കെ അങ്ങനത്തെ ഒരു പരിസരത്താണ്. അത് ഇപ്പം നമുക്ക് പറയുന്ന ഡയലോഗുകളാണെങ്കിലും അർജുൻ പറയുന്നോ അല്ലെങ്കിൽ സിദ്ധാർത്ഥ് പറയുന്നൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസിലാണിത് വർക്ക് ചെയ്തെടുക്കുന്നത്. അത് വെറൊരു ബ്രാഹ്മണ ഇത് മാത്രമല്ല, അങ്ങനെ മാത്രമേ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു കഥ മമ്മൂക്കയിൽ അടുത്ത് പിച്ച് ചെയ്ത് കഴിയും, അല്ലെങ്കിൽ ഇതിൻ്റെ തിരക്കഥ വായിച്ചതിന് ശേഷം മമ്മൂക്കയുടെ ഇൻപുട്സ് നമുക്ക് എവിടെയായിരിക്കും ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്? ഇതിൻ്റെ മാനറിസത്തിലാണെങ്കിലും അപ്പോൾ അദ്ദേഹം ചവയ്ക്കുന്ന ഒരു ചില മാനറിസമൊക്കെയാണ്. ചില ഷോർട്സ് വരുമ്പോൾ ആദ്യമേ വെറുതെ ആ ക്യാരക്ടർ ഒന്ന് ചവയ്ക്കുന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു മാനറിസമൊക്കെ എല്ലാം സ്ക്രിപ്റ്റിൽ ഓൾറെഡി എഴുതി വെച്ചിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഇൻപുട്സ് എന്താണ്, നമുക്ക് വിഷ്വലി കാണുന്ന ഇൻപുട്സ് എന്താണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥ വായിച്ചതിന് ശേഷം? ആ ക്യാരക്ടറിന് നമ്മളൊരു ഒരു ഒരു സ്റ്റഡി ഉണ്ടാവുമല്ലോ, ഇത്രയും ദിവസം നമ്മൾ റിസർച്ച് ചെയ്ത്, ഇതൊരു ബേസ്ഡ് ഓൺ ഇത്രയും റിസർച്ച് മെറ്റീരിയലാണ്. ഇപ്പോൾ സാറിനൊപ്പം ഇരുന്ന് എഴുതി ആ കാലഘട്ടത്തിൽ എങ്ങനെ സംസാരിക്കും, ബോഡി ലാംഗ്വേജസ് എന്താണ്, എന്ത് കോസ്റ്റ്യൂംസാണ് ഉണ്ടാവുക, അവരുടെ ബാക്കിയുള്ള ആൾക്കാരായിട്ട് ഇൻട്രാക്ഷൻസ് എങ്ങനെയായിരിക്കും, ഒരു മനയിലെ ഒരു കാരണം അവർ ബാക്കി വെളിയിൽ നിന്ന് വന്ന ഒരാളായിട്ട് ഒരു ഗസ്റ്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റഡി നമ്മൾ ചെയ്തു വെക്കും. പിന്നെ ഇതിൻ്റെ എക്സിക്യൂഷൻ ടൈമിൽ ഷൂട്ടിംഗ് സമയത്ത് നമുക്ക് സ്ക്രിപ്റ്റിൽ ഇപ്പോൾ മമ്മൂക്ക ക്യാരക്ടർ കൊടുവൻ പോറ്റി ഇത് ചവയ്ക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ മമ്മൂക്ക അത് ഡെലിവർ ചെയ്യുന്നത് അതെ, അത് പല രീതിയിലും പല വേർഷനിലും മമ്മൂക്ക അത് തരുന്നതാണ്. സോ അത് നമുക്ക് രാവിലെ തന്നെ അതിരുന്ന് പ്രാക്ടീസ് ചെയ്ത് പുള്ളിയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പോകുന്നുണ്ടോ, അങ്ങനെ അത് നമുക്കത് കാണാൻ പറ്റുന്നു സ്ക്രീനിൽ. ഇപ്പോൾ ഒരുപാട് റീടേക്സോ കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനത്തെ പർട്ടിക്കുലർ ഷോർട്സിലൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് അദ്ദേഹം ഇപ്പം നമ്മുടെ ഈ ചവയ്ക്കിന് ഇപ്പം അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത് പറയും, അപ്പോൾ മുന്നേ നമ്മൾ ഷോർട്സിന് മുന്നേ അദ്ദേഹം പറയും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അല്ല ഈ ഒരു സ്റ്റൈലാണ് ഞാൻ പിടിക്കുന്നതൊക്കെ അദ്ദേഹം പറയും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഉണ്ടാവും. ഷോർട്സിന്റെ മുമ്പ് ഒരു റിഹേഴ്സൽ ഉണ്ടാവും. അതെന്തായാലും സംഭവിക്കും. അതെന്തായാലും എല്ലാ സിറ്റുവേഷനിലും നമ്മൾ പറയുന്നു, മമ്മൂക്കയുടെ ഇൻപുട്സ് തരുന്നു, എന്നിട്ട് നമ്മൾ റെഡി എന്ന് പറയുമ്പോൾ നമ്മളത് ഫിലിം ചെയ്യണം. അത് സംഭവം. ഇതിൽ റീടേക്സ് നമുക്കിപ്പോൾ മമ്മൂക്ക ആണെങ്കിലും ഇവരാണെങ്കിൽ പോലും എനിക്ക് അത്ര നമ്മൾ ഒരുപാട് റീടേക്സ് വന്നിരിക്കുന്ന ടെക്നിക്കൽ സൈഡ്, ഇപ്പോൾ മഴയുടെയൊക്കെ ഇത് കൺട്രോൾ ചെയ്യാൻ കൂടുതലും റിഹേഴ്സൽ ചെയ്ത് മിനുക്കി സെറ്റാക്കി ഈ പറഞ്ഞ ഡൗട്ട്സ് പെർഫോമൻസിലായാലും ഇതിലായാലും ചിലത് വേണം, ചിലത് വേണ്ട, ചിലത് ഇങ്ങനെ ആക്കാം, ഇതെല്ലാം പറഞ്ഞ് ഇതാക്കിയിട്ടാണ് നമ്മൾ ടേക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ ഡൗട്ട് ഇതാണെങ്കിൽ 5 ടേക്കിൻ്റെയൊക്കെ 5 ആയിരിക്കും മാക്സിമം പോയേക്കണം, അല്ല മാക്സിമം എല്ലായിടത്തും. ബിക്കോസ് പുള്ളി വിശ്വസിക്കുന്ന ഒരു സാധനം ഫസ്റ്റ് ടേക്കാണ് ഏറ്റവും അടിപൊളി ചെയ്തത്. ഡയറക്ടർ നമ്മൾ ആക്ടേഴ്സ് ആയിരുന്നു ആദ്യം വിശ്വസിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു ഡയറക്ടർ ആയിട്ട് വിശ്വസിക്കുന്നു. ശരിക്കും അർജുൻ ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ജോണർ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ജോണറാണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നിരുന്നത്. ചിലപ്പോൾ ഇത് ഹൊറർ ആണെന്ന് ചോദിച്ചാൽ ഇതിൽ ഹൊറർ എലമെൻറ്റ്സ് ഉണ്ട്, ത്രില്ലർ ആണെന്ന് ചോദിച്ചാൽ ഇതിലൊരു ത്രില്ലിംഗ് എലമെൻറ്റ്സും ഉണ്ട്. അപ്പം എന്ത് ജോണർ എന്ന് ചോദിച്ചപ്പോൾ എന്ത് മറുപടിയാണ് ഡയറക്ടർ? ഞാൻ ചോദിച്ചില്ല അതൊന്നും. ഇല്ല, കഥ കേട്ട് ഇഷ്ടപ്പെട്ട് മമ്മൂക്കയുടെ ലുക്ക് കാണിച്ചപ്പോൾ തന്നെ ഓക്കെ. ശരിക്കും ഈ ഒരു ചോദ്യം ഡയറക്ടർ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്ത് പറയും? മിസ്റ്ററി ത്രില്ലർ സ്പേസിൽ സൈക്കോളജിക്കൽ ത്രില്ലർ ഹൊററിൻ്റെ എലമെൻസും ഉണ്ട് നിങ്ങൾ പറഞ്ഞ മാതിരി. അതിൻ്റെ ചെറിയ ചെറിയ സീക്വൻസ് കാണുമ്പോൾ നമുക്കറിയാം. പക്ഷെ ഒരു പക്ക ഹൊറർ പേടിപ്പെടുത്തുന്ന പടമാണോ ചോദിച്ചാൽ അല്ല.
അത് ഞാൻ മുമ്പും ഞങ്ങൾ പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞു തന്നെയാണ്. അത് അല്ല, അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോയാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ അകത്തൊരു ഇപ്പം എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു അല്ല വേണ്ട പ്ലോട്ട്സ് അല്ല ഒരു എൻറ്റിറ്റി ഒരു പ്രത്യേക ഒരു രൂപം കാണിക്കുന്നുണ്ട്. അത് റിവീൽ ചെയ്യേണ്ടതാണ്. റിവീൽ ചെയ്യണ്ട. ഓക്കെ, ഒരു ഐറ്റം കാണിക്കല്ല, അതിന്റെ രൂപം വരയ്ക്ക്, അത് എവിടുന്ന് വന്നുള്ള ചോദ്യം. അല്ല ഒന്നുമില്ല, അത് പല ക്യാരക്ടർ ഡിസൈൻസും സ്കെച്ചസും ഒക്കെ ആയിട്ട് നമ്മൾ അതിനുവേണ്ടി ഒരുപാട് എഫേർട്സ് എല്ലാ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഡിസ്കഷനിൽ വന്നതാണ് അങ്ങനത്തെ ഒരു ഡിസൈൻ എലമെൻറ്റ്. നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം അതാണെങ്കിൽ അത് പിന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് ഓഡിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, ഒറ്റ കോസ്റ്റ്യൂം മതി. പക്ഷേ അത് എത്രത്തോളം അത് എളുപ്പമുള്ള കാര്യമാണോ ശരിക്കും? ഒരു മുണ്ട് മാത്രം മതി. പറയുമ്പോൾ ഇപ്പൊ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അതെ, എന്താ വെച്ചാൽ ഈ മുണ്ടിന് പല കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. അഴുക്ക് പരണ്ടത്, അഴുക്ക് പരളാത്തത്, കീറിയത് കീറാത്തത്, നനഞ്ഞത് നനയാത്തത്, അതൊക്കെ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഒറ്റ മുണ്ടായിട്ട് ഇരിക്കുമെങ്കിലും ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വലിയ തലവേദന. പിന്നെ അതിന്റെ ഡ്യൂപ്പും ഉണ്ടാവും. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ 40 സീൻ നമ്പർ 40 എടുക്കണമെങ്കിൽ ചിലപ്പോൾ അതിന് ശേഷം എടുക്കണത് 3 അല്ലെങ്കിൽ 5 ഒക്കെ ഇരിക്കും. അപ്പൊ ആ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അത് കറക്റ്റായിട്ട് മറ്റേ ADസും കോസ്റ്റ്യൂം ഡിസൈനിലെ ആൾക്കാരും കൂടി കൊണ്ടുവന്ന് തന്ന് അത് നോക്കുക. അപ്പൊ അത് ഭയങ്കര സത്യം പറഞ്ഞാൽ നോർമൽ സിനിമയുടെ കാട്ടും ബുദ്ധിമുട്ടുള്ള അപ്പുറം അഴുക്ക് വരെയും പിടിക്കണമല്ലോ. കാണുമ്പോ ശരിയാണ്, വെരി സിമ്പിൾ. അത്ര സിമ്പിൾ അല്ല അത്. ഇത് മറ്റേ പേപ്പറിലുണ്ട് ആന വിരളുന്നു, ഉത്സവത്തിന് ആന വിരളുന്നു എഴുതി വെച്ച പോലെ ഒറ്റ ഡയലോഗേ ഉള്ളൂ. പെട്ടെന്ന് ഇരുന്ന് 5 ദിവസം ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാലേ കാണുമ്പോൾ എളുപ്പമാണ്, ഇത്ര പാടുള്ളൊരു കാര്യമാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഇതിൻ്റെ ആർട്ടിനെ പറ്റി നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വരിക്കാശ്ശേരി, ഞാൻ വായിച്ച വരിക്കാശ്ശേരി മനയല്ലേ നിങ്ങൾ ഇങ്ങനെ ആക്കി മാറ്റിയത്? വരിക്കാശ്ശേരിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് സീക്വൻസേ എടുത്തുള്ളൂ. അതിൻ്റെ നടുമിറ്റം അങ്ങനെയുള്ള പകിടകളി സീക്വൻസ് ഒക്കെയാണ്. പക്ഷേ ഇതിൽ മൾട്ടിപ്പിൾ സെറ്റ്സ് വരുന്നുണ്ട്. അതിൻ്റെ ടുവേർഡ്സ് ക്ലൈമാക്സ് ആണെങ്കിലും അതൊക്കെ 2-3 സ്ഥലത്ത് നമ്മൾ സെറ്റ് ഉണ്ടാക്കി ചെയ്തതാണ്. ഓളപ്പമനയുണ്ട്, അതിൻ്റെ പടിപ്പുര ഒരു സ്ഥലമാണ്, കാട് ഒരു സ്ഥലമാണ്. അങ്ങനെ കാണുമ്പോൾ ഒരു സ്പേസ് എന്ന് തോന്നുമെങ്കിലും അതിൻ്റെ തട്ടുപുറം പോയാൽ അത് തട്ടുപുറം വേറെ സ്ഥലത്താണ്, നിലവറയ്ക്ക് പോയാൽ അത് വേറൊരു സ്പേസാണ്. അത് ഒരുപാട് സ്പേസസ് ഉണ്ട്. ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ. ഇതിൽ പല കാര്യങ്ങളും എനിക്ക് ചോദിക്കണം. കൂടുതൽ ചോദിക്കാൻ ഞാൻ കഥയുടെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതുകൊണ്ട് എനിക്ക് ലിമിറ്റും ഉണ്ട് ചോദ്യം ചോദിക്കുന്നതിന്. ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അമാൽഡ പറയുണ്ടായി, എന്നെ വിളിച്ചു, ഇങ്ങനൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞു, ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓഡീഷനൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടാവുന്ന പ്രതീക്ഷ, പക്ഷേ എന്നെ നേരെ വന്ന് ഇങ്ങനൊരു ക്യാരക്ടറിന് വേണ്ടി വിളിക്കുകയാണ് ചെയ്തത്. ആ ഒരു കാസ്റ്റിംഗ് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ? നമുക്ക് ആ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ പറയാനും പറ്റില്ല. അല്ല, ക്യാരക്ടർ എനിക്ക് അയാളുടെ ഫിസിക്കലി നല്ല ഹൈറ്റ് ഉണ്ട്, ആൻഡ് പ്രത്യേക ഫീച്ചേഴ്സാണ്. ജോ ലൈൻ പ്രത്യേക ഷാർപ്പ് നോസാണ്. അപ്പോൾ ഫിലിംസും കണ്ടിട്ടുണ്ട്, കമ്മട്ടി പടം കണ്ടിട്ടുണ്ട്, ട്രാൻസിലുണ്ട്. അപ്പോൾ ഈ ഒരു കാസ്റ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയത് ചെയ്ത നല്ല രസമായിരിക്കും എന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് അത് ഇതിലേക്ക് വന്നത്. അയാളുടെ മീറ്റ് ചെയ്തു, ഇതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കും. പിന്നെ നമ്മൾ ബാക്കിയെല്ലാം കോസ്റ്റ്യൂം, ബാക്കിയല്ലാണ്ട് ട്രയൽ അത് ഇതൊക്കെ പറഞ്ഞു പോയി. ആ കമൻസ് ഞാൻ ആദ്യം പറഞ്ഞ കമൻസ് ഒന്നുകൂടി പറയുകയാണ്. അത് വായിച്ചിരുന്നോ? ഒരു പടത്തിൽ അഭിനയിച്ച 3 പേർക്ക് സ്റ്റേറ്റ് അവാർഡ് കേട്ടിരുന്നോ? കേട്ടു. സുഖം തോന്നി പോരെ. അവാർഡ് കിട്ടുകയും ചെയ്തു. ശരിക്കും ഇത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ്, ഈ നമ്മുടെ ജനറേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ പോയി കണ്ട ഒരു ജനറേഷൻ അല്ല. നമുക്ക് ആദ്യമാണ് ഇങ്ങനെ ഒരു ഫീൽ. ഇത് ആദ്യം തൊട്ടേ ഇപ്പം നിങ്ങളുടെ അടുത്ത് കഥ പറയുമ്പോൾ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണെന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞു. അപ്പം നിങ്ങൾ ചോദിച്ചില്ലേ ഇത് കളറിൽ എടുത്താൽ എന്താണ് കുഴപ്പം? അതിനൊരു എന്താണ് എക്സ്പ്ലനേഷൻ തന്നത്? എന്തുകൊണ്ട് ഇത് കളർ? ഡയറക്ടർ അല്ല, നിങ്ങൾ പറഞ്ഞത്. ഞാനൊന്നും ചോദിച്ചില്ല. മമ്മൂക്കാണ് ലുക്കാണ് ഞാൻ വന്നൊക്കെ ചെയ്താൽ. അല്ല, തീർച്ചയായിട്ടും. പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിട്ടാ നമ്മൾ ഇനി തലകുത്തി പറഞ്ഞാൽ പോലും കിട്ടുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ച് അത് ഏറ്റെടുത്ത് നല്ല വൃത്തിക്ക് ചെയ്യാൻ തന്നെ നോക്കി. പിന്നെ ഇത് മോറോവർ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഡയറക്ടറിൻ്റെ പെർസ്പെക്റ്റീവാണ്, ഡയറക്ടറിൻ്റെ ചിന്തയാണ്. അപ്പോൾ അത് ജഡ്ജ് ചെയ്യാനുള്ള ഒരാൾ ഞാനായിട്ടില്ല, എനിക്ക് അത്രത്തോളം എക്സ്പീരിയൻസും ആയിട്ടില്ല. അപ്പോൾ ഇത് വർക്ക് ആവില്ലെന്ന് നമ്മളും ചെയ്ത് ഇപ്പോൾ ഓരോ ക്യാരക്ടറിനെ എടുക്കുമ്പോൾ അത് വർക്ക് ആവില്ലെന്ന് തിയേറ്ററിൽ ഇറങ്ങിയ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ഒരു പുതുമ തോന്നി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നേരെയായിട്ട് പടം അങ്ങ് ചെയ്തു. ഇപ്പോൾ അച്ഛനും മമ്മൂക്കായിട്ട് ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. കൂടുതലും ഒരു കോമഡി റോളുകളാണ് അവരുടെ സിനിമകളിൽ വന്നത്. പക്ഷേ നിങ്ങളൊരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടും വളരെ സീരിയസ് കഥാപാത്രമാണ്. ഇപ്പോൾ ആ ഒരു ക്ലീഷ ചോദ്യമാണ്, എക്സ്പീരിയൻസ് എന്നുള്ള വാക്ക് നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാലും ഈ ഒരു കോമ്പിനേഷൻ ഒരുമിച്ചൊരു സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എന്തായിരുന്നു? സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് നമ്മൾ നേരിട്ട് അവിടെ കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യം
നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കളറിൽ കാണാൻ പറ്റി. ഏറ്റവും വലിയൊരു വ്യത്യാസം. അപ്പോൾ അത് അടിപൊളിയാണ്. മമ്മൂക്കയോട് വർക്ക് ചെയ്യാൻ തന്നെ എല്ലാവർക്കും ഒരേ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഇത്രയും വലിയ സീനിയർ ആക്ടർ, നമ്മൾ കുറേ വർഷങ്ങളായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരു ആക്ടർ, പിന്നെ എല്ലാവരും ഭയങ്കര ഇഷ്ടത്തോടെ കാണുന്ന ഒരു ആക്ടറും, പിന്നെ എന്താണ് അടുത്ത പൊളി എന്താണ് നമുക്ക് ഇടണമെന്ന് കാത്തിരിക്കണം എല്ലാവരും. അപ്പോൾ അതുപോലെ എല്ലാവരും അങ്ങനെ കാത്തിരിക്കുന്ന ഒരു പടത്തിൻ്റെ ഒരു ഭാഗം പറ്റി മമ്മൂക്ക നല്ല ഒരു കലക്കൻ വേഷം, അതിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും കൂടെ ആക്കി കഴിയുമ്പോൾ ഭയങ്കര ഒരു എപ്പോഴും ലൈഫിലൊരു പാർട്ടായി മാറിയ ആ ഒരു പോർഷൻ. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറീസ് ഓഫ് ലൈഫ്. അല്ല, നിങ്ങൾ 3 പേരും ആയിരുന്നല്ലോ ഫുൾ സിനിമ കൊണ്ടുപോകുന്ന നിങ്ങൾ 3 പേര്, 1-2 കഥാപാത്രങ്ങൾ ആദ്യം വന്ന് പോകുന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് എന്തായിരുന്നു ചോദ്യം? അത് അതിഗംഭീരമായിരുന്നു ആക്ച്വലി. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒറ്റ വാക്കിൽ തീർക്കുക എന്നുള്ള ഉത്തരവാദിത്വം. ഇത് PSC എക്സാം അല്ല, നിങ്ങൾ പറഞ്ഞില്ലേ ഒരേ പടത്തിന് 3 പേർക്ക് അവാർഡ് കിട്ടുക, ആ ബാക്കി 2 പേർക്ക് അവാർഡ് കിട്ടിയ മറ്റേ കക്ഷി അവിടെ നിൽക്കുന്നതുകൊണ്ടാണ്. അത് പുള്ളിയുടെ ആ ഒരു സപ്പോർട്ടോ ഇല്ലെങ്കിൽ അത്തരം എന്തായാലും നമുക്കൊരു ഭ്രമിപ്പുണ്ടാവുമല്ലോ ഇത്രയും ഒരു സീനിയർ ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പുള്ളിയുടെ കണ്ണി നോക്കിയാണ് പല ഡയലോഗ്സ് പറയേണ്ടത്. അപ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന മമ്മൂക്ക അത്രയും നമ്മളെ കംഫർട്ടബിൾ ആക്കിയില്ലെങ്കിൽ നമ്മൾക്ക് അത് ഈ പറഞ്ഞ പോലെ ഈ ഒറ്റ ടേക്കോ 2 ടേക്കിലോ തീർക്കാൻ പറ്റില്ല. ടേക്ക് 17 18 ഒക്കെ പോകേണ്ടി വരും നമുക്ക് ആ ഒരു ഏരിയ. അപ്പോൾ പുള്ളിയുടെ ആ സപ്പോർട്ടാണ് നമുക്കത് ചെയ്യാനുള്ള ഈ മേഡ് എസ് കംഫർട്ടബിൾ, ഈ മേഡ് ഷുവർ ദാറ്റ് വി ക്യാൻ ആക്ട്. ഞാൻ അതിന് മുന്നേ ഒരു പ്രസ് മീറ്റിലെ ഇൻ്റർവ്യൂവിലോ ഞാൻ മറ്റൊരു ആക്ടർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ 8-10 തവണ റീടേക്ക് പോകുന്ന സമയത്ത് മമ്മൂക്കയുടെ ഒരു സിനിമയാണ്, മമ്മൂക്ക ഡയറക്ടറുടെ സൈഡിൽ ലാപ്ടോപ്പും വെച്ചിട്ടിരിക്കുകയാണ്, നമുക്കിത് നോക്കുന്നേ ഇല്ല. അപ്പോൾ ഈ ഡയലോഗ്സ് കംപ്ലീറ്റ്ലി പറയുമ്പോൾ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ട് തന്നെ 10ാമത്തെ ടേക്ക് ആയപ്പോഴത്തേക്കും നടൻ്റെ പേര് വിളിച്ചിട്ട് നോക്കാതെ പറഞ്ഞു, നീ ആ ഡയലോഗ് നടക്കുന്നൊന്ന് മുറിച്ചിട്ട് പറഞ്ഞു നോക്കി എന്ന് പറഞ്ഞു. അടുത്ത ഷോട്ടിൽ അത് ഓക്കെ ആവുകയും ചെയ്തു. അപ്പം മമ്മൂക്ക അതിലേക്ക് മുഖം പോലും കൊടുക്കാണ്ട് അത് പറഞ്ഞു. അപ്പം അങ്ങനെ നിങ്ങൾ അഭിനയിക്കുമ്പോൾ മമ്മൂക്കയുടേതായിട്ടുള്ളൊരു ഇൻപുട്സ് നിങ്ങളുടെ ഡയലോഗ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിലോ ഒരുപാട് റിയാക്ഷൻസും അങ്ങനത്തെ മൈന്യൂട്ട് റിയാക്ഷൻസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇൻപുട്സ് മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന്? പുള്ളിയുടെ കിട്ടിയ ഇൻപുട്ട് നമ്മുടെ ആ ഭ്രമിപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അത് ചെയ്തിട്ടോ നോക്കിയിട്ട് പിന്നീട് പറഞ്ഞാൽ മതിയല്ലോ, ആദ്യം മറ്റേ ആ സാധനമൊക്കെ ഒളിക്കുക എന്നുള്ളതാണല്ലോ. അത് മേജറായിട്ട് മമ്മൂക്ക ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ. തീർച്ചയായിട്ടും. ഇപ്പോൾ ചില ഡയലോഗ്സ് ഇതേപോലെ പറയുന്ന രീതി, കാരണം ഈ പടത്തിൽ ഒരു സ്റ്റൈലുണ്ടല്ലോ, വള്ളുവനാടൻ ബ്രാഹ്മൺ പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്കൊന്നാമത് ഈ കൊച്ചി വായിൽ എപ്പോഴും വരുന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ആ സാധനം. അപ്പം അതിൽ കുറേ ഏരിയകളിൽ നമുക്ക് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തെടുത്ത് പറയാനായിട്ട് സ്പോയിലേഴ്സ് ആവും. രാഹുൽ, ഈ മറ്റേ ഏലിയൻ ഹൊറർ ഇങ്ങനെ ഇതൊക്കെ വിട്ടിട്ട് ഒരു സാധാരണ ഒരു സിനിമ പ്രതീക്ഷിക്കാമോ? അത് അടുത്തതും ഈ ഒരു ജോണറിൽ തന്നെ കാരണം ചെയ്ത 3 സിനിമയും വേറെ വേറെ ഈ ഒരു സംഭവമാണ് ചോദിച്ചത്. ഇല്ല, ആഗ്രഹമുണ്ട് ചെയ്യാൻ. കുറെ കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ലാസ്റ്റ് ഗസ്റ്റോടെ ഒരു ചെറിയായിട്ടൊരു ഏലിയൻ ആഗ്രഹമുണ്ട് എനിക്ക്. മലയാള സിനിമ ചെയ്യണ്ടേ? അതെ. ഇത് ഈ ഒരു ഇങ്ങനെ മോണോക്രോമി ഷൂട്ട് ചെയ്യാന്നുള്ള ഡിസിഷൻ എന്തുകൊണ്ടാണ് വന്നത്? 17ാം സെഞ്ചുറി നടക്കുന്ന ഒരു കഥ ആയതുകൊണ്ടാണോ, അത് ഈ കഥയ്ക്ക് കുറച്ചുകൂടി ഒരു ആളുകളിലേക്ക് അത്രയും ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിസിഷൻ രാഹുലിൻ്റെ തന്നെയായിരുന്നു? ഡെഫിനറ്റ്ലി ആ ഒരു ടൈമിൽ എഴുത്ത് തുടങ്ങുമ്പോഴേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ചെയ്യണമെന്ന് ഉദ്ദേശം കൊണ്ട് തന്നെയാണ് എഴുതിയത്. മമ്മൂക്ക വേണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെ. ഈ കളറിൽ എനിക്ക് ഈ പടം നമുക്ക് ആർക്കും ഇപ്പോൾ പടം കണ്ടുവരിക്കും അത് അറിയാം, കളറിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റില്ല. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മൊബൈലിലൊരു ഫോട്ടോ എടുത്താൽ, നമ്മുടെ തന്നെ ഒരു സെൽഫി ഒക്കെ എടുത്ത് നമ്മളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി നോക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക രസമല്ലേ. സോ ഒരാഗ്രഹമായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കണം. അപ്പോൾ അത് എടുക്കണമെങ്കിൽ അതിൻ്റെ സെറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരു പീരിയഡ് ഫിലിം ആയാലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വന്നാലേ അത് ഇത്തരം സ്റ്റോറി പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഓർഗാനിക്കായിട്ട് ഫോം ചെയ്ത് വന്നതാണ്. കുടുംബൻ പോറ്റിയെയും പാടനെയും പാചകക്കാരനെയൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കടലിൽ കാണാൻ പറ്റും. ഇപ്പോൾ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആൾക്കാർ കടലിലാക്കിയ റീലുകൾ വരുന്ന സമയമാണ്, കാലഘട്ടമാണ്. അവരാരെങ്കിലും പിള്ളേരൊക്കെ ചെയ്യും എന്തായാലും. ട്രെയിലറൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ.
ഒരുപാട് പേര് കളറിലാക്കിയിട്ട് അപ്പോൾ അതൊക്കെ ടേക്ക് ഡൗൺ ചെയ്യേണ്ടി വന്നു. പ്രൊഡക്ഷൻ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ ആ ചെയ്ത പിള്ളേർ മെസ്സേജ് അയക്കേണ്ട പ്രൊഡ്യൂസറിന് ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്താണ് കളറ്. അപ്പോൾ മൂപ്പര് ചോദിച്ചു ഞാൻ ഇത്രയും കാശോടെ കഷ്ടപ്പെട്ട് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തതാണെന്നുള്ളതല്ലേ. ശരിക്കും അർജുൻ ഈ കഥാപാത്രം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യം വന്നൊരു കോൾ ആരുടെ ആയിരിക്കും? നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു അറ്റംപ്റ്റ് ആണ് ഈ രണ്ട് കഥാപാത്രം. അത് വൻ മറക്കാൻ പറ്റാത്ത സൗബിക്കാണ് എന്നെ ആദ്യം വിളിക്കണത്. ഫസ്റ്റ് കോള് സൗബിക്കടായിരുന്നു. എന്താണ് പറഞ്ഞത് വിളിച്ചിട്ട്? നീ നന്നായി ചെയ്തിട്ടുണ്ടടാ, സ്ഥിരം പരിപാടിയല്ല, നീ നല്ല പണിയെടുത്ത് ചെയ്തിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്, പ്രൗഡാണ്. അപ്പൊ തന്നെ അവാർഡ് കിട്ടി. സൗബി ഇവന്റെ കോള് കഴിഞ്ഞ ഉടനെ സൗബി എന്നെ വിളിച്ചു. ഓക്കെ, ഇത് തന്നെയാണ് അഭിപ്രായം പറഞ്ഞത്. ശരിക്കും കുറച്ചധികം ലേയേഴ്സുള്ള കഥാപാത്രമാണ്, അതന്നെ നമുക്ക് ചോദിക്കാനും പറ്റില്ല. ഇത് കുറെ ചോദ്യങ്ങൾ ഉണ്ട് താനും, ഇതൊന്നും ചോദിക്കാനും പറ്റില്ല എന്നുള്ള വല്ലാത്തൊരു വിഷമഘട്ടത്തിൽ കൂടെയാണ് ഓരോ അവതാരണ ഇന്റർവ്യൂ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി. കുറെ ഉണ്ട്, ഒന്നും ചോദിക്കാനും പറ്റില്ല. രക്ഷപ്പെട്ടു. കുറച്ചധികം ലേയേഴ്സ് ഉള്ള കഥാപാത്രങ്ങളും കാര്യങ്ങളാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു എൻഡ് പറയുകയാണല്ലോ, ഒരു പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ ഒരു തുടർച്ച വരാൻ സാധ്യതകൾ ഉണ്ടോ? എത്രത്തോളം എനിക്കത് റിവീൽ ചെയ്യാന്നറിയില്ല. അങ്ങനെ ഒരു സിംഗിൾ ഫിലിം ആയിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ എൻഡ് നമുക്ക് പിന്നെയും അങ്ങനെ ഒരു സാധ്യത വെച്ചിട്ടല്ല നിർത്തിയിരിക്കുന്നത്. ശരിക്കും ലെഫ്റ്റ് ടു ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ വേണമെങ്കിൽ ആവാം, വരാതിരിക്കാം. പക്ഷേ അല്ല, എൻ്റെ കംപ്ലീറ്റ് എനർജി ആ ഫിലിമിൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. കാലൊരു വേദന. അതിന് സാധ്യതയുണ്ടോ? ശരിക്കും അങ്ങനെ ഒരു ഇതിട്ടിട്ടല്ല നിർത്തിയേക്കുന്നത്. സാധ്യതയുണ്ട്, ബട്ട് അതിനൊന്നും ഫോമോ അത് വരും ഗ്രാജുവലി. ചിലപ്പോൾ വരുമായിരിക്കാം, ചിലപ്പോൾ വരാണ്ടിരിക്കാം. ഓക്കെ ബ്രോ, അടുത്തൊരു ഡയറക്ടോറിയൽ സിനിമ ഏതാണ്? കാരണം കൂടുതലും ആ ഒരു സൈഡാണ് ഇഷ്ടപ്പെടുന്നത്. അതെ അതെ അതെ. പക്ഷെ ഞാൻ ഒന്നും തുടങ്ങി വെച്ചില്ല. ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ബ്രഹ്മയുഗത്തിൽ തന്നെയായിരുന്നു, ഡബ്ബ് മുതൽ പിന്നെ അങ്ങനെ അതെ, ആ ഒരു മാഡ്നസ്സിലേക്ക് ഇതിൻ്റെ പ്രോസസ്സ് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്, മിക്സിലും സാധനത്തിലൊക്കെ ആയിട്ട്. സോ ആ സമയത്തൊക്കെ ഇരുന്ന് ഞാൻ എൻ്റെ ഡയറക്ടറിൽ ആലോചിക്കേണ്ടായിരുന്നു, അത് ചെയ്യാതെ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി വേണം എന്നിരുന്ന് ആലോചിച്ച് അടുത്ത പരിപാടി നീക്കണം. മിക്കവാറും ഈ കൊല്ലം എന്തെങ്കിലും ഒരു പരിപാടി അനൗൺസ് ചെയ്യും. രാഹുലിൻ്റെ അടുത്ത സിനിമ ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും? ഈ വർഷം ഉണ്ടാവില്ല, അടുത്ത വർഷമായിരിക്കും. കാരണം ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണ് കഥ എഴുതുന്നതും. എനിക്ക് അതിൻ്റെ കുറച്ച് അർജുൻ്റെ അടുത്ത സിനിമകൾ അതിപ്പോൾ വിനീൻ സാറിന് മുൻ ഡയറക്റ്റ് ചെയ്യുന്ന, വിഷ്ണു ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം, അഭിലാഷ് പിള്ളை സ്ക്രിപ്റ്റ്, ആൻഡ് ചേട്ടൻ പ്രൊഡക്ഷൻ ഈ അടുത്ത് തുടങ്ങാൻ പോകുന്നു. മേജർ. ഇപ്പോൾ നിങ്ങളുടെ 4 പേരുടെയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും തൊടുന്നെല്ലാം പൊന്നാവട്ടെ. താങ്ക് യു. തീർച്ചയായിട്ടും.